ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 4 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഈ ഒരു വീട് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. അവിടെയായി സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു മുറ്റമാണ് ഇവിടെ കാണാൻ കഴിയുക. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് സൈഡിലെത്താം. അവിടെയാണ് കിണർ വരുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് ഭാഗത്തേക്ക് ഡയറക്ഷനോട് കൂടി വരുന്ന ഈ വീടിന് വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല നീളത്തിലുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു കോർണർ സെറ്റ് ഇട്ട് ഇരിക്കാവുന്ന നല്ലൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന വീടാണ്. വിശാലമായൊരു ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 വലിപ്പമുള്ള ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് മനോഹരമാക്കി ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് കിച്ചണും നിർമ്മിച്ചിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അത് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെ ഒരു സിങ്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫുൾ കവേർഡോടുകൂടി വരുന്നൊരു വർക്ക് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളോടുകൂടി വരുന്ന സീലിംഗ് വർക്കുകളാണ് അവിടെ കാണാൻ കഴിയുക. വിശാലമായൊരു ഹോൾ ബാത്റൂം ഇവിടെ ലഭ്യമാണ്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയായി ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനോടുകൂടി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ വരുന്ന ഹാൻഡ് റെയിലും സ്റ്റെയറിൻ്റെ ഭാഗത്തായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. നേരെ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലെല്ലാം വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. നേരെ കാണുന്ന ഈ സ്പേസിൽ ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോളിൻ്റെ യഥാർത്ഥ സ്പേസിലേക്ക് പോകാം. വിശാലമായൊരു ഹോള് തന്നെ ഇവിടെ ലഭ്യമാണ്. മുകളിലെ നിലയിലും TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നും നമുക്ക് TV കാണാം. അത്ര വിശാലമായൊരു ഹോളാണ് ഇവിടെ ലഭിക്കുക. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാൻ കഴിയുക. നമുക്കിനി ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം ഈ വീടിൻ്റെ മുകളിലെ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന മുകളിലെ ബെഡ്റൂമാണ്. 145 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകളാണ്.
ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മാണം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും ലഭ്യമാണ്. ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. മുകളിലെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് ഈ ഭാഗത്താണ് വരിക. ഇതൊരു 120 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 78 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.